എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ എവിടെ യാത്ര ചെയ്താലും റോഡിൻ്റെ ഇരു സൈഡിലും കാണുന്ന ബോർഡാണ് വീട്ടിലൂണ്. ഇന്ന് ഞാൻ വീട്ടിലൂണാണ് തയ്യാറാക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൽ നിന്നൊരു 4 കഷ്ണം എടുത്തിട്ട് കുറേശ്ശെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായി കൂട്ടി യോജിപ്പിച്ച് ഈ മീനിനകത്ത് നന്നായി മസാല പിടിക്കത്തക്ക രീതിയിൽ കുഴച്ച് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇനി 4 പച്ചക്കായ എടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിൻ്റെ കറ മാറാൻ വേണ്ടി ഉപ്പ് ചേർത്ത വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ചെറിയൊരു പാത്രം എടുത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും 2 സവാള എടുത്ത് ചെറുതായി അരിഞ്ഞതും 2-3 പച്ചമുളക് കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. മീൻകറിക്കുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു തക്കാളിയും സവാളയും ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളകും വേണേൽ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിക്കും. ഇതിലേക്കൊരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. പൊടികൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വെള്ളം നന്നായൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് മീനിടേണ്ടത്. അതിലേക്ക് 2-3 കഷ്ണം കുടംപുളി ഇടുക. വടക്കംപുളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിട്ട് അടച്ചു വെക്കുക. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം ഇതെല്ലാം കൂടെ ഒരു അരപ്പാക്കി നമ്മുടെ വെന്തിരിക്കുകയാണ്. അതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ച കൊണ്ടുള്ള തോരൻ റെഡി ആയി കഴിഞ്ഞ് അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ മീൻകറി ഏകദേശം തിളയായിട്ടുണ്ട്. നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മളിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഉലുവാപ്പൊടിയും ചേർത്ത് അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻകറിയും നല്ല സെറ്റാവും. ഇനി മുരിങ്ങ ഇലക്കറി വളരെ സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു പാനിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, 2 പച്ചമുളകും കീറി അതൊന്ന് നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങ ഇലയുടെ ചേർത്ത് ഈ ഇലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 കപ്പ് തേങ്ങ എടുത്ത് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നല്ല ജീരകം, 5-6 ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് ആ അരപ്പ് ഇതിലേക്ക് ചേർത്തൊന്ന് കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ അരപ്പ് വലുതായി തിളയ്ക്കരുത്. ഒന്ന് പതഞ്ഞ് വരുന്നിടം വരെ കുക്ക് ചെയ്യാവുള്ളൂ. അതുവരെ കുക്ക് ചെയ്തിട്ട് അടച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ 3 ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇപ്പം മീൻകറി നല്ല തിളച്ച് മണമൊക്കെ വരുന്നുണ്ട്. അത് ഒന്നുകൂടി ഒന്നെടുത്ത് കറക്കി ചെറുതായി ഒന്ന് പറ്റിച്ചെടുക്കണം. വേണമെങ്കിൽ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഈ മുരിങ്ങയിലക്കറിയിലും കാത്തോലിനൊക്കെ ഒന്ന് താളിച്ചൊഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാനൊന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ താളിപ്പോടെ വരുമ്പോഴാണ് ഇതിന് പ്രത്യേക മണവും ടേസ്റ്റും രുചിയൊക്കെ വരുന്നത്. ഇനി നേരത്തെ മസാല ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. മീനിനകത്ത് നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരിക്കുകയാണ്. ഒരു പാനിൽ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് എടുത്തിട്ട് നന്നായി മസാലയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. ഇതെടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായി ഒന്ന് പൊള്ളിച്ചെടുക്കണം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഐറ്റങ്ങളെല്ലാം തയ്യാറായിരിക്കുകയാണ്. പച്ചക്ക തോരൻ, മുരിങ്ങയിലക്കറി, മീൻകറി, മീൻ വറുത്തത്, ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലൂണ് സൂപ്പറായിരിക്കും.